ഇന്ന് യൂഷ്വലി കാണുന്ന പോലത്തെ ഒരു ക്രാഫ്റ്റ് അല്ല. ഞാനിങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ണിലുടക്കി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈസിലുള്ള ഗ്രീൻ A4 ഷീറ്റ് തന്നെ എടുക്കണം. ഈ ഗ്രീൻ എടുത്തില്ലെങ്കിൽ എന്താ കുഴപ്പമൊന്നുമില്ലേ? ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം തന്നെ അങ്ങ് മാറിപ്പോവും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഉത്തരവാദി ആവത്തില്ല. അപ്പോൾ ഐറ്റം എന്താണെന്നല്ലേ, അത് നമുക്ക് ലാസ്റ്റ് കാണാം. അപ്പോൾ ഈ മേക്കിംഗ് പ്രൊസീജിയർ ഒന്നും പറഞ്ഞ് ഞാൻ അങ്ങ് കൺഫ്യൂസ് ആക്കുന്നില്ല. സ്പീഡ് അങ്ങ് കുറച്ചിട്ടിട്ട് കാണുക, ഉണ്ടാക്കുക, സിമ്പിൾ. അപ്പോൾ പിന്നെ മെയിൻ കാര്യം, ദിസ് ചാനൽ ഈസ് മെയിൻലി ഫോക്കസ്ഡ് ഓൺ ഗീവ് അവേസ്. അതും ഓരോ ആഴ്ചയിലും ഓരോ ദിവസം നമ്മൾ ഗീവ് അവേ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഗീവ് അവേക്ക് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളുക. പിന്നെ ഗീവ് അവേസ് മാത്രം ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ എന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. പിന്നെന്താണ്, നമ്മുടെ കഴിഞ്ഞ തവണത്തെ ജേണൽ കിറ്റിൻ്റെ വിന്നറിനെ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ആൾക്ക് ആ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ആ ഭാഗ്യശാലി ചിലപ്പോൾ വേറൊരു ഭാഗ്യശാലിയായി മാറും. മനസ്സിലായല്ലോ അല്ലേ ഞാൻ പറഞ്ഞതൊക്കെ? ഇനിയുണ്ടല്ലോ, ഞാൻ എന്തൊക്കെ വീഡിയോസ് ഇടണമെന്ന് എനിക്ക് ഒട്ടും ധാരണയില്ല. അതായത് ക്രാഫ്റ്റ് ഇടണോ വ്ളോഗ് ഇടണോ ഒരു പിടുത്തില്ല എനിക്ക് എന്താ സംഭവം എന്നൊന്നും. അപ്പം ഞാൻ മെയിൻലി ഗീവേസ് ആണല്ലോ ഇടുന്നത്. അപ്പോൾ ആഴ്ചയിൽ ഒരു ഗീവേ എന്ന് പറയുമ്പോൾ ഒരു ഗീവ് അവേ, പിന്നെ അത് അനൗൺസ് ചെയ്യുന്ന വിന്നറിനെ അനൗൺസ് ചെയ്യുന്ന ഒരു വീഡിയോ. ബാക്കി ദിവസങ്ങളുണ്ടല്ലോ നമുക്ക്. അപ്പോൾ ബാക്കി ദിവസങ്ങളിൽ എന്തൊക്കെ നെയിം മീറ്റിംഗ് ചലഞ്ച് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ നെയിം മീറ്റിംഗ് ചലഞ്ച് വേണമെങ്കിൽ എനിക്ക് അതിന് നെയിംസ് വേണം. ഓരോരുത്തരുടെയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെയിംസ് ഈ കാണുന്ന വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഇടുക. അപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ അടുത്ത തവണ ഓരോ നെയിമിനെ സെലക്ട് ചെയ്തിട്ട് നെയിം മീറ്റിംഗ് ചലഞ്ചോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാം. എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇടണമല്ലോ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, നമുക്കിപ്പോൾ 4K+ സബ്സ്ക്രൈബേഴ്സായി വിത്തിൻ 2 മന്ത്. ഞാൻ ഇപ്പം ചാനൽ തുടങ്ങിയിട്ട് 2 മാസം പോലും ആയിട്ടില്ല. എന്നിട്ട് എനിക്ക് 4K+ സബ്സ്ക്രൈബേഴ്സായി. എനിക്ക് അതിൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം നിങ്ങളോട് ഓരോരുത്തരോടുമാണ് എനിക്ക് താങ്ക്ഫുൾ ആയിട്ടുള്ളത്. കാരണം നിങ്ങളില്ലെങ്കിൽ ഞാൻ ഇപ്പോഴും 0 ആയിട്ട് നിൽക്കേണ്ട ഒരാളാണ്. അപ്പോൾ 4K+ ആൾക്കാർ എന്നെ ഇഷ്ടപ്പെട്ട് എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. അപ്പം നമ്മുടെ ജേർണി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. അപ്പം ഞാൻ വളരും തോറും നിങ്ങളെയും മറക്കത്തില്ലെന്ന് ഞാൻ പ്രോമിസ് ചെയ്യുന്നു. ഇപ്പം ഞാൻ ഉണ്ടാക്കിയ ഐറ്റം എന്താണെന്ന് ഏറെക്കുറെ മനസ്സിലായില്ല. പിന്നെ ലാസ്റ്റ് കൊണ്ട് കല ഉടയ്ക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ കണ്ണ് വരച്ച് കുളമാക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ തവളങ്ങ് ശരിയാവുന്നില്ലടാ, ചാടുന്നില്ല, അതങ്ങ് തലതിരിഞ്ഞു പോവുക. എന്തായാലും ഞാൻ അത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും കമൻറ്റ് ലൈക്കും ഒന്നും മറക്കണ്ട. ടാറ്റാ.